എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലിംഗയോനി പ്രവേശനമല്ലാത്ത രതിമൂർച്ചയെ പറ്റി ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതെ, എല്ലായ്പ്പോഴും ലിംഗയോനി സംഗമം സംഭവിക്കാതെ രതിമൂർച്ച നേടാവുന്നതാണ്. ഇത് പലരും പ്രയോഗിക്കുന്നതുമായ ടിപ്പുകളാണ്, പ്രത്യേകിച്ച് കാമുകി കാമുകന്മാർ. എന്നാൽ പങ്കാളികൾക്കും ഇതിൻ്റെ അനുഭൂതി നുകരാവുന്നതാണ്. ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ. അതെ, പ്രത്യേകിച്ച് ആർത്തവ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രതിമൂർച്ചയും നിങ്ങളുടെ ബന്ധം കൂടുതൽ അനുഭൂതിദായകവുമാക്കാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെ, പ്രത്യേകിച്ച് ലിംഗയോനി സമാഗമം ഇല്ലാതെ തന്നെയുള്ള രതിമൂർച്ച. പരസ്പരമുള്ള ഇൻറ്റിമസി കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ഈ ടിപ്പുകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. അതെ, ഇതിനായി ആദ്യം വേണ്ടത് മാനസിക അടുപ്പം ശാരീരിക അടുപ്പത്തിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ നയിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് മാനസിക അടുപ്പം എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ഇൻറ്റിമസിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യമെന്ന് ഓർക്കുക. മാത്രവുമല്ല, ഇത്തരം ടിപ്പുകൾ നിങ്ങളുടെ പങ്കാളിയുമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റിമസി കൂടുതൽ സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇത്തരം ദമ്പതികളിൽ കൂടുതൽ പ്രണയമുണ്ടാകുന്നതും ഇതിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ നിങ്ങളുടെ പങ്കാളിയുടെ പ്രണയം തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് മുൻതൂക്കം നൽകാം. അഭിപ്രായങ്ങൾക്കും അതുപോലെ ബഹുമാനം നൽകുകയും നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് സമ്മാനദായകമായി അവർക്ക് നൽകുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ ശാരീരിക സൗന്ദര്യം നിങ്ങൾക്ക് പുകഴ്ത്തുകയും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ഒന്നിച്ചൊരു യാത്ര സമ്മാനിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇതിനായി ചെയ്യേണ്ടത് രതിമൂർച്ച ഉണ്ടാകാനായി നിങ്ങളുടെ പങ്കാളിയുമായി ഹഗ് ചെയ്ത് കിടക്കുകയും അതുപോലെ തന്നെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ തമ്മിൽ തട്ടിയും ഉരസിയും കിടക്കുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള ഉത്തേജനം സംഭവിക്കാറുണ്ട്. നിങ്ങൾക്ക് ലിംഗയോനി സമാഗം ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അഥവാ മറ്റുള്ള ഫോർപ്ലേയും എല്ലാം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇതിലൂടെ തന്നെ പലർക്കും രതിമൂർച്ച കൈവരിക്കുകയും പുരുഷന്മാർക്ക് പെട്ടെന്ന് സ്കന്ധം നടക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ലിംഗയോനി സമാഗമില്ലാത്ത രതിമൂർച്ച എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും ബൈ.